Hi dears, welcome to all. Today let us continue the lesson A Shocking Accident by Graham Greene. Jerome's heart sang with joy. It was as though she had appeased his fear forever. In the taxi going home, he kissed her with more passion than he had ever shown, and she returned it. There were babies in her pale blue pupils, babies that rolled their eyes and made water. A week today, Jerome said, and she squeezed his hand. Penny, for your thoughts. My darling, I was wondering. Sally said, what happened to the poor pig? The last, she asked. They almost certainly had it for the dinner, Jerome said happily and kissed the dear child again. In the last class, we discussed about the Sally and Jerome. When she saw the picture on the piano, she asked the aunt if it was Jerome's father. She asked her how she guessed it. She said that he was his father's eyes and brow. The aunt asked her if Jerome had lent her his father's book. Sally said no. The aunt told her that she would give her a set of his books for her wedding. He wrote so nicely about travels. Her favorite book is Nooks and Crannies. ഒരു പിയാനോയുടെ മുകളിൽ ജെറോമിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ അത് അച്ഛനാണോ എന്ന് സാലി അവളോട് ചോദിച്ചു. എങ്ങനെയാണത് മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോൾ ജെറോമിന് അതിൻ്റെ അപ്പൻ്റെ കണ്ണുകളും പുരികവുമാണെന്ന് ജെറോം സാലി പറഞ്ഞു. അതുപോലെ തന്നെ അമ്മായി വായിക്കാനായി അപ്പൻ എഴുതിയ പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നായിരുന്നു സാലിയുടെ മറുപടി. Jerome wanted to leave the room as did not want to see Sally laugh at hearing the story. അവസാനം അച്ഛൻ എന്തു പറ്റിയെന്ന് അമ്മായിയോട് സാലി ചോദിച്ചപ്പോൾ ആ ഒരു അപകടത്തെപ്പറ്റി കേൾക്കാതിരിക്കാൻ വേണ്ടി സാലി ചിരിക്കുന്നത് കാണണ്ട എന്ന് വിചാരിച്ച് ജെറോം റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആശിച്ചു. അങ്ങനെ the aunt said she had so many letters from his readers after the pig fell on him. It was a miracle that Sally did not laugh. She sat with open eyes of horror while the aunt told her the story. She wondered how such things could happen. Jerome was very happy. In the taxi going home, she kissed her with more passion. She responded with equal passion. Then she asked him what happened to the pig. Jerome said that he had it for the dinner and kissed her again. അവസാനം വായനക്കാരിൽ നിന്നും പന്നി വീണ് മരിച്ച വിവരമറിഞ്ഞ് ധാരാളം എഴുത്തുകൾ അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അമ്മായിയാണ് പറയുന്നത്. സാലി ചിരിക്കാതിരിക്കുന്നത് വളരെ അത്ഭുതമായിട്ടാണ് ജെറോമിന് തോന്നിയത്. കാരണം ഈ ഒരു സംഭവം കേട്ട എല്ലാവരും ചിരിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ചിരിക്കാതിരുന്നത് കൊണ്ട് അവൻ അത്ഭുതമായി. അമ്മായി കഥ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ അവൾ പേടിച്ച പോലെ തന്നെ ഇരിക്കുകയായിരുന്നു. എങ്ങനെ ഇത്തരം കാര്യം സംഭവിക്കുമെന്നതായിരുന്നു അവളുടെ അത്ഭുതം. ജെറോമിന് വളരെയധികം സന്തോഷമായി. അവസാനം അവർ ടാക്സിയിൽ തിരിച്ചു പോകുമ്പോൾ ജെറോംസ് ഹാർട്ട് സാങ് വിത്ത് ജോയ്. അവൻ്റെ മനസ്സാകെ സന്തോഷം കൊണ്ട് തുടിച്ചു. അങ്ങനെ അവർ തിരിച്ചു പോകുമ്പോൾ അവൻ അവളെ പൂർവാധികം സ്നേഹത്തോടെ ചുംബിച്ചു. അതേ ആവശ്യത്തോടെ തന്നെ അവളും പ്രതികരിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, ആ പന്നിക്ക് എന്തു പറ്റി? അവൻ പറഞ്ഞു, അവസാനം ആ പന്നിയെ അവർ ഡിന്നറിന് കഴിച്ചു എന്ന്. ഇതും കൂടെ പറഞ്ഞു അവളെ ഒന്നുകൂടി ചുംബിച്ചു. Jerome said happily and kissed her the dear child again. Here the child means Sally. ഓക്കെ, ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയി. ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫോർ 1 mark each. ജെറോംസ് ഫാദർ വാസ് ഡാഷ്. ജെറോമിൻ്റെ പിതാവ് ആരായിരുന്നു? റൈറ്റർ, ഒരു എഴുത്തുകാരനായിരുന്നു. The second question, Jerome's friends at the public school found the death of his father. ജെറോമിൻ്റെ അച്ഛൻ്റെ മരണം സ്കൂളിലെ കൂട്ടുകാർ എങ്ങനെയായിട്ടായിരുന്നു കണ്ടിരുന്നത്? ആൻസർ ഈസ് ഫണ്ണി. The third question, Jerome was worried that Sally would. ജെറോമിന് എന്തായിരുന്നു പേടിയുണ്ടായിരുന്നത്?
അല്ലേ? സാലി ജെറോമിന് പേടിയായിരുന്നു സാലി എന്താവുന്നത്. സാലി വുഡ് ലാഫ് അറ്റ് ദ സ്റ്റോറി ഫോർ ഹിസ് ഫാദേഴ്സ് ഡെത്ത്. പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സാലി ചിരിക്കുമെന്നായിരുന്നു അവൻ്റെ പേടി. Then the fourth question. Jerome's father always carried a water filter with him because. ജെറോമിൻ്റെ പിതാവ് എപ്പോഴും ഒരു വാട്ടർ ഫിൽറ്റർ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അതിന് കാരണം എന്താണ്? ഇറ്റ് വാസ് ലെസ് എക്സ്പെൻസീവ്, അല്ലേ? ഇതിന് പിന്നെ ക്യാഷ് കുറച്ചേ ആവുന്നുള്ളൂ. ഹി കുഡ് സേവ് ദ മണി. അദ്ദേഹത്തിന് പൈസ സേവ് ചെയ്യാം. ഹി വാസ് എ കെയർഫുൾ മാൻ. അദ്ദേഹം ഒരു കെയർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് ഓൾ ദ എബോവ്, അല്ലേ? എല്ലാം അതിൻ്റെ ഉത്തരമാണ്. അപ്പോൾ ഏതായിരുന്നു ഇതിൻ്റെ ആൻസർ? ഓൾ ദ എബോവ്. മേലെ പറഞ്ഞ എല്ലാം അതിൻ്റെ ആൻസർ തന്നെയാണ്. ഇത് 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെക്കൻഡ് പാർട്ട്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ സെൻറ്റൻസ് ഓർ 2 ഈച്ച്. When Jerome hears of his father's accident from his housemaster, how does he imagine his father has died? ഹൗസ് മാസ്റ്ററിൽ നിന്നും തൻ്റെ പിതാവിൻ്റെ മരണത്തെപ്പറ്റി ജെറോം കേട്ടപ്പോൾ അദ്ദേഹം എങ്ങനെ മരിച്ചിരിക്കുമെന്നാണ് ചിന്തിച്ചത്. എങ്ങനെയാണ്? ഹി ഇമാജിൻസ് ദാറ്റ് ഹിസ് ഫാദർ ഹാസ് ഡൈഡ് ഇൻ ആൻ എൻകൗണ്ടർ വിത്ത് ദ പോലീസ്. പോലീസുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലായിരിക്കാം. ദ പോലീസ് മൈറ്റ് ഹാവ് ഷോട്ട് ഹിം. പോലീസ് അദ്ദേഹത്തെ വെടിവെച്ചതായിരിക്കാം. ജെറോം ഈവൻ ആസ്ക്ഡ് ദ ഹൗസ് കീപ്പർ ഇഫ് ഹിസ് ഫാദേഴ്സ് വാസ് ഷോട്ട് ത്രൂ ദ ഹേർട്ട്. പോലീസുകാരൻ വെടിവെച്ചതുകൊണ്ട് പിതാവിൻ്റെ ചങ്കിലേക്കാണോ വെടിവെച്ചത് എന്ന് ജെറോം വേർഡ്സ്വർത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് ഉറപ്പാണ്, അല്ലെങ്കിൽ അവന് സംശയമുണ്ട് പോലീസുകാർ വെടിവെച്ചതാണെന്ന്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ജെറോംസ് ഫാദേഴ്സ് ഡൈ? സത്യത്തിൽ എങ്ങനെയാണ് ജെറോമിൻ്റെ ഫാദർ മരിച്ചത്? എങ്ങനെയാണ്? വെൻ ഹി വാസ് വാക്കിംഗ് ടു ദ ഹൈഡ്രോഗ്രാഫിക് മ്യൂസിയം. ഹൈഡ്രോഗ്രാഫിക് മ്യൂസിയം കാണാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ എ ഫാറ്റി പിഗ് ഫെൽ ഓൺ ഹിം ഫ്രം എ ബാൽക്കണി. ബാൽക്കണിയിൽ നിന്നും ഒരു തടിച്ചു കൊഴുത്ത പന്നി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വീണതാണ്. Then the third question. He shook a little with emotion. What emotion do you think in Mr. Wordsworth shaking with? he shook with a little emotions. വികാരം കൊണ്ട് അദ്ദേഹം കുലുങ്ങി. വാട്ട് ഇമോഷൻ? എന്ത് വികാരമായിരുന്നു വേർഡ്സ്വർത്തിനെ കുലുക്കിയത്? എന്തായിരുന്നു? അല്ലേ? ഹി വാസ് ഷേക്കിംഗ് വിത്ത് ലാഫ്റ്റർ ആസ് ഹി ഇമാജിൻ ദ മാനർ ഇൻ വിച്ച് ജെറോം ഫാദർ ഡെഡ്. ജെറോമിൻ്റെ പിതാവ് മരണപ്പെട്ട രീതിയെ ഓർത്തായിരുന്നു വേർഡ്സ്വർത്തിന് ചിരി വന്നിരുന്നത്. ഈ വികാരമാണ് അയാളുടെ ശരീരത്തെ കുലുക്കിയത്. സംബഡി ഡൈയിങ് ബൈ എ പിഗ് ഫോളിങ് ഓൺ ഹിം, അല്ലേ? ഒരു പന്നി വീണ് മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും ചിരി വരും. ദെൻ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. വൈ ഡു യു തിങ്ക് ദാറ്റ് ദ സ്റ്റോറി ഹാസ് ബീൻ ടൈറ്റിൽഡ് ആസ് എ ഷോക്കിംഗ് ആക്സിഡൻറ്റ്? എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറിക്ക് എ ഷോക്കിംഗ് ആക്സിഡൻ്റ് എന്ന് പേരിട്ടിരിക്കുന്നത്? ഐ തിങ്ക് the story has been titled as shocking accident because one hardly heard about the accident in which a strong person dies just because they fell on him. Naturally, this accident is shocking as it is unnatural and almost unbelievable. A shocking accident എന്ന് പറയാനുള്ള കാരണം, ഒരു വലിയ മനുഷ്യൻ്റെ ദേഹത്ത് ഒരു പന്നി വീണ് മരിക്കുന്നത് എന്ന് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. എവിടെ നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണിത് ഷോക്കിംഗ് ആകുന്നത്. കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഇത് വളരെ അസാധാരണമായ ഒരു സംഭവമാണ്, റയറാണ്. അതേപോലെ തന്നെ അൺബിലീവബിളാണ്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അപകടമാണ് ഇത് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എ ഷോക്കിംഗ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ബോദേഴ്സ് ജെറോം അബൌട്ട് ഹിസ് ഓണ്ട്? ജെറോമിന് അവൻ്റെ അമ്മായിയെക്കുറിച്ച് എന്തായിരുന്നു പേടി? എന്തായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ അവർ തൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്ന രീതിയെ ഓർത്താണ് അവന് പേടിയുണ്ടായിരുന്നത്. ഹി വാസ് വറീഡ് ദാറ്റ് ഹിസ് ഓൺ വുഡ് നരേറ്റ് ദ സ്റ്റോറി ഓഫ് ഹിസ് ഫാദേഴ്സ് ഡെത്ത് ടു ഹിസ് ലവർ സാലി ഇൻ സച്ച് ഡീറ്റെയിൽഡ് മാനർ. തൻ്റെ പിതാവ് പന്നി വീണ് മരണപ്പെട്ട വിവരം സാലിയോട് അമ്മായി പറയുമ്പോൾ നല്ല രീതി ഡീറ്റെയിലായിട്ട് മറ്റുള്ളവരോട് പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ
ദ സാലി വുഡ് ലാഫ് ഓൺ ഹിയറിങ് ദാറ്റ്. അത് കേൾക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ചിരിക്കുമോ എന്ന് അവന് ഭയമുണ്ടായിരുന്നു. ഹിയറിങ് ദാറ്റ് ഹിസ് ഫാദർ ഹാസ് ഡൈഡ് ബൈ എ പിഗ് ഫാളിങ് ഓൺ ഹിം. അല്ലേ, തൻ്റെ അച്ഛൻ ഒരു പന്നി വീണാണ് മരിച്ചതെന്ന് കേട്ടുമ്പോൾ ഏത് പെൺകുട്ടിയാണ് ചിരിക്കാത്തത്? എല്ലാവരും സ്വാഭാവികമായിട്ടും ചിരിച്ചു പോകും. ഈ ഒരു കാര്യത്തിലായിരുന്നു അവന് അമ്മായിയെ പേടിയുണ്ടായിരുന്നത്. Okay, sixth question. Do you think Sally is an ideal companion for Jerome? Why? നിങ്ങളുടെ അഭിപ്രായത്തിൽ സാലി ജെറോമിന് ഒരു നല്ല സുഹൃത്തായിരിക്കുമോ? നല്ലൊരു സുഹൃത്താണോ? എന്തുകൊണ്ട്? Why? You should justify that answer. Okay. I certainly think that Sally is an ideal companion for Jerome because their thoughts process is identical. അല്ലേ, ജെറോമിന് പറ്റിയ ഒരു സുഹൃത്ത് തന്നെയാണ് സാലി. കാരണം രണ്ടുപേരുടെയും ചിന്താഗതി ഒരുപോലെയാണ്. Their thought process is identical. When the housemaster told the incident of his father's death, Jerome asked him what happened to the pig. ഇതിന് കാരണം ഹൗസ് മാസ്റ്റർ ആയ വേർഡ്സ്വർത്ത് ജെറോമിന് തൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജെറോം ചോദിച്ചത് ആദ്യമായി എന്താണ്? വാട്ട് ഹാപ്പൻ ടു ദാറ്റ് പിഗ്. ആ ഒരു പന്നിക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു. The same question was asked by Sally when he heard the incident from Jerome. ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ജെറോം ഈ ഒരു കാര്യത്തെക്കുറിച്ച് സാലിയോട് പറഞ്ഞപ്പോൾ സാലിയും ചോദിച്ചത്. വാട്ട് ഹാപ്പൻ ടു ദാറ്റ് പിഗ്. ഇറ്റ് ഷോസ് ദാറ്റ്, ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ദേ തിങ്ക് എലൈക്ക് ആൻഡ് നാച്ചുറലി ദേ വുഡ് മേക്ക് ആൻ ഐഡിയൽ കപ്പിൾ. ഈ ഒരു രണ്ടുപേരുടെയും ചിന്താഗതി ഒരുപോലെ ആയതിനാൽ സ്വാഭാവികമായും അവർക്ക് നല്ല ഒരു ദമ്പതികളായിരിക്കാനും കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ഇത്രയുമാണ് സെക്കൻഡ് പാർട്ട് സെക്ഷൻ 2 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് സെക്ഷൻ 3യും കൂടെ നോക്കാം. അല്ലേ, ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് വരുന്നത്. ഇത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 1, section 3. Answer the following questions in a paragraph not exceeding 100 words each. ഒരു പാരഗ്രാഫിലായി എഴുതേണ്ടതാണ്. 100 വാക്കുകൾക്ക് അപ്പുറം വേണ്ട. അല്ലേ, അത്രയും എഴുതിയാൽ മതി. What are the 2 versions of his father's death and Jerome narrates? Why does he do so? തൻ്റെ പിതാവിൻ്റെ മരണം 2 വിധത്തിൽ പറയാനാണ് ജെറോം ശ്രമിക്കുന്നത്. എന്തിനാണത്? 2 രീതിയിൽ പറയാമെന്ന് അദ്ദേഹം റിഹേഴ്സൽ നടത്താറുണ്ടെന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. അല്ലേ, അപ്പോൾ എന്തിനായിരുന്നു അദ്ദേഹം അത് പറയാൻ വിചാരിച്ചത്? ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. Jerome thought of 2 versions of his father's death. One would lead to the listeners gently to the accident, and by the time it was described, the listener would be so well prepared the death came as an anti-climax. ഒന്നാമത്തത് ഒരു രീതിയിലാണ് ഫാദറിൻ്റെ ഡെത്ത് പറയുന്നത്. വൺ വുഡ് ലെഡ് ദ ലിസണേഴ്സിനെ വളരെ കൂളായിട്ട് ആക്സിഡൻറ്റിലേക്ക് എത്തിക്കുക. ആ ഒരു സമയത്ത് ഈ ഒരു മരണം ഒരു ആൻറ്റി ക്ലൈമാക്സ് ആയിട്ട് വരും. In this version, he would describe the city of Naples, compare with it New York and London. ഈ ഒരു രീതിയിൽ പറയുമ്പോൾ അവൻ നേപ്പിൾസിലെ സിറ്റിയെക്കുറിച്ചും അല്ലെ അതിനെ ന്യൂയോർക്കും ലണ്ടനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യും. Then he would describe how the poor people lived in Naples, telling the listeners how these poor people kept pig in their balconies. അങ്ങനെയാകുമ്പോൾ നേപ്പിൾസിലെ പാവപ്പെട്ട ജനങ്ങൾ ബാൽക്കണിയിൽ പന്നികളെ വളർത്തുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. The pigs get no exercise and so they grow very fat and then slowly inform them that his father died as a pig fell on him from the 5th floor. ഈ ഒരു പന്നികൾ എക്സസൈസുകളൊന്നും ചെയ്യാത്തത് കൊണ്ട് വളരെയധികം തടിച്ചതായിരിക്കും. അങ്ങനെ അല്ലേ, ഈ ഒരു കഥ മെല്ലെ മെല്ലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ദേഹത്തേക്ക് പന്നി വീണതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ വേർഷൻ. ദ നെക്സ്റ്റ് വേർഷൻ വുഡ് ബി ദ ഷോർട്ട്. അല്ലേ, രണ്ടാമത്തെ വേർഷൻ വെരി ഷോർട്ടാണ്. മൈ ഫാദർ വാസ് കിൽഡ് ബൈ എ പിഗ്. എൻ്റെ അച്ഛൻ ഒരു പന്നിയാൽ മരിച്ചു. ഇൻ ഇറ്റലി
ദിസ് വാസ് ഷോർട്ട് ദാറ്റ് ദ ലിസണർ വുഡ് നോട്ട് ഗെറ്റ് ടൈം ടു തിങ്ക് സോ മെനി തിങ്സ് ആൻഡ് ലാഫ് അറ്റ് ദി ഇൻസിഡൻറ്റ്. ഈ ഒരു കാര്യം വളരെ ചുരുക്കി പറയുമ്പോൾ ഒരിക്കലും കേൾവിക്കാരന് ഇതിൻ്റെ മറ്റു ഭാഗത്തേക്ക് ചിന്തിക്കാനുള്ള അവസരം വരുന്നില്ല. ചിരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അവസരം നൽകാത്ത രീതിയിലാണ് ഇതിൻ്റെ ആൻസർ പറയുന്നത്. മൈ ഫാദർ വാസ് കിൽഡ് ബൈ എ പിഗ്. ഒരു പന്നിയാലാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത്. ഇത്രയുമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഇത്രയും എഴുതണം എന്നാലേ ഇതിന് മാർക്കാവുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ എലമെൻ്റ് ഓഫ് ബ്ലാക്ക് ഹ്യൂമർ ഇൻ ദിസ് സ്റ്റോറി. ഈ ഒരു കഥയിലെ ബ്ലാക്ക് ഹ്യൂമർ വിശദീകരിക്കുക. ഡിസ്കസ് ദ എലമെൻ്റ് ഓഫ് ബ്ലാക്ക് ഹ്യൂമർ ഇൻ ദിസ് സ്റ്റോറി. Okay, black humor is a form of humor that disregards the human sufferings like pain or death. ബ്ലാക്ക് ഹ്യൂമർ എന്നത് ഒരു തരം ഹ്യൂമറാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിസ്റിഗാർഡ്, അത് അവഗണിക്കുന്നു ഹ്യൂമൻ സഫറിങ്സ് ലൈക്ക് പെയിൻ ഓർ ഡെത്ത്, മനുഷ്യൻ്റെ സങ്കടങ്ങളായ അല്ലെ വേദന, അതുപോലെ തന്നെ മരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മനുഷ്യർക്കുണ്ടാകുന്ന വേദനകളെയൊക്കെ അവഗണിക്കുന്ന തരത്തിലുള്ള ഹ്യൂമറിനെയാണ് ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. The laughter arises from the skepticism which is a doubt about the truth of something. ഇവിടെ ചിരി ഉത്ഭവിക്കുന്നത് സെപ്റ്റിസിസത്തിൽ അല്ലെ അന്ധവിശ്വാസത്തിൽ നിന്നാണ്. വിച്ച് ഈസ് ഡൗട്ട് അബൌട്ട് ദ ട്രൂത്ത് ഓഫ് സംതിങ്, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള സത്യത്തിൽ തോന്നുന്ന സംശയത്തിൽ നിന്നുമാണ് ഈ ഒരു ചിരി ഉയർന്നു വരുന്നത്. ഇൻ ദിസ് സ്റ്റോറി, ഈ ഒരു കഥയിൽ വി ഹാവ് ആൻ എലമെൻറ്റ് ഓഫ് ബ്ലാക്ക് ഹ്യൂമർ, നമുക്ക് ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ഒരു എലമെൻറ്റ് കാണാൻ സാധിക്കും. എവിടെ? Even when he house master tell the Jerome about the death of his father. തൻ്റെ ഹൗസ് മാസ്റ്ററായ മിസ്റ്റർ വേർഡ്സ്വർത്ത് ജെറോമിനോട് തൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ദ ഹൗസ് മാസ്റ്റർ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ഹിസ് ലാഫ്റ്റർ. ഇത് പറയുമ്പോൾ അച്ഛൻ മരിച്ചതാണ് എന്നിട്ട് കൂടി ജെറോമിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് ചിരി അടക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിരി നിയന്ത്രിക്കാൻ അദ്ദേഹം പാടുപെടുകയാണ്. ഇൻ ഫാക്ട് ഹി ഗോസ് ടു ദ വിൻഡോ, അതുകൊണ്ട് അദ്ദേഹം വിൻഡോൻ്റെ അരികിലേക്ക് പോയി. ആൻഡ് ലുക്സ് ഔട്ട്സൈഡ് ടു പ്രിവെൻറ്റ് ജെറോം ഫ്രം സീയിങ് ഹിസ് ലാഫ്റ്റർ ആഫ്റ്റർ ഗിവിങ് ഹിം ദ ന്യൂസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഡെത്ത്. ജെറോമിന് തൻ്റെ അച്ഛൻ്റെ മരണവാർത്ത നൽകിയതിനു ശേഷം ഞാൻ ചിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പുറത്തേക്ക് നോക്കുന്നത്. അത്രയധികം ചിരി അടക്കാൻ അയാൾ പാടുപെടുന്നുണ്ട്. നോർമലി എ ഹൗസ് മാസ്റ്റർ വുഡ് ബി സിമ്പതറ്റിക് ടു ദ ബോയ്. സാധാരണ രീതിയിൽ എങ്ങനെയായിരിക്കണം വരേണ്ടത്? ഒരു ഹൗസ് മാസ്റ്റർക്ക് തൻ്റെ കീഴിലുള്ള കുട്ടിയുടെ അച്ഛൻ മരണപ്പെടുമ്പോൾ ഒരു സിമ്പതിയാണ് തോന്നേണ്ടത്. അതുകൊണ്ട് ഹു ഹാസ് ലോസ്റ്റ് ഹിസ് ഫാദർ ആൻഡ് ടെൽ ഹിം സം കൺസോളിങ് വേർഡ്സ്, അവനെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് വേർഡ്സ്വർത്തിൽ നിന്നും വരേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, വേർഡ്സ്വർത്ത് ചിരിക്കുകയാണ് ചെയ്യുന്നത്. The boy's reaction after hearing the tragic news of the death of his father also is strange. അതുപോലെ തന്നെ ബ്ലാക്ക് ഹ്യൂമറിൻ്റെ മറ്റൊരു എലമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഒരു അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഏതൊരു കുട്ടിക്കും ഉണ്ടാകുന്ന ഒരു വികാര പ്രകടനങ്ങളല്ല ജെറോമിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ദ ബോയ്സ് റിയാക്ഷൻ, കുട്ടിയുടെ പ്രതികരണം ആൾസോ സ്ട്രേഞ്ച്, അതും വിചിത്രമായ ഒരു റിയാക്ഷനാണ്. ഹി ആസ്ക്സ് വാട്ട് ഹാപ്പൻ ടു ദ പിഗ്, അല്ലെ അച്ഛൻ എന്ത് സംഭവിച്ചു എന്നല്ല അവൻ ചോദിച്ചത്, വാട്ട് ഹാപ്പൻ ടു ദ പിഗ്, ആ പന്നിക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. ദ സെയിം ക്വസ്റ്റ്യൻ ഈസ് റിപ്പീറ്റഡ് ബൈ സാലി. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി സാലിയും ആവർത്തിക്കുന്നുണ്ട്. വെൻ ഷീ ഹിയേഴ്സ് ദ സ്റ്റോറി ഓഫ് ദ ഡെത്ത് ഓഫ് ദ ജെറോംസ് ഫാദർ, ജെറോമിൻ്റെ അച്ഛൻ മരണപ്പെട്ടതിനെക്കുറിച്ച് അവൾ കേൾക്കുമ്പോൾ അവൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്, വാട്ട് ഹാപ്പൻസ് ടു ദ പിഗ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ എന്തുണ്ട് എന്ന് നമുക്ക് പറയുന്നത് ബ്ലാക്ക് ഹ്യൂമർ. ദിസ് ഈസ് എ ബ്ലാക്ക് ഹ്യൂമർ, ഇതൊരു ബ്ലാക്ക് ഹ്യൂമർ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സിംബോളിസം ഓഫ് ദ പിഗ് ഇൻ ദിസ് സ്റ്റോറി. ഈ കഥയിൽ എന്ത് പ്രതീകത്തെയാണ് പിഗ് കാണിക്കുന്നത്?
I feel the pig symbolizes two things. ഇവിടെ രണ്ട് കാര്യങ്ങളെയാണ് പിഗ് പ്രതിനിധീകരിക്കുന്നത്. വൺ ഈസ് ഡെത്ത്, ഒന്ന് മരണമാണ്. ആൻഡ് അതർ ഈസ് ലേസിനെസ്, രണ്ടാമത്തത് മടിയാണ്. ഡെത്ത് ക്യാൻ ഫ്രം എനി പ്ലേസ് അറ്റ് ഇൻ എനി മാനർ. ഏത് സമയത്തായാലും ഏതൊരു കാര്യത്തിലായാലും മരണം വരും എന്നതാണ് ഒന്ന്. ജെറോംസ് ഫാദർ വാസ് വാക്കിംഗ് ടു സീ ദ ഹൈഡ്രോഗ്രാഫിക് മ്യൂസിയം when a pig from the balcony falls on his head and kills him. ബാൽക്കണിയിൽ നിന്നും ഒരു പന്നി തലയിൽ വീണ് അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. Wordsworth explained the death of his father to Jerome. Your father was walking along the street in Naples when a pig fell on him. Shocking accident. ഇവിടെ വേർഡ്സ്വർത്ത് ജെറോമിനോട് പറയുന്നത്, നിന്റെ അച്ഛൻ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പന്നി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വീണു, അദ്ദേഹം മരിച്ചു. Apparently in the poor quarters of the Naples they keep pig on their balconies. സാധാരണയായി നേപ്പിൾസിലെ പുവറർ ക്വാർട്ടേഴ്സിലെല്ലാം ബാൽക്കണിയിൽ പന്നികളെ വളർത്താറുണ്ട്. ദിസ് വൺ വാസ് 5th floor. ഇറ്റ് ഹാഡ് ഗ്രോൺ ടു ഫാറ്റ്. ദ പിഗ് ഫെൽ ഓൺ ഹിയർ ഫാദർ. ദ ബാൽക്കണി ബ്രോക്ക്. ദിസ് വാസ് വൺ ഓഫ് ദ 5th floor. ഇറ്റ് ഹാഡ് ഗ്രോൺ ടു ഫാറ്റ്. അല്ലെ, 5ാമത്തെ ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പന്നി വളരെയധികം വലുതായി. ദ ബാൽക്കണി ബ്രോക്ക്. ബാൽക്കണി പൊട്ടി. ദ പിഗ് ഫെൽ ഓൺ യുവർ ഫാദർ. വേർഡ്സ്വർത്ത് ലെഫ്റ്റ് ഹിസ് ഡെസ്ക് റാപ്പിഡ്ലി ആൻഡ് വെൻ ടു ദ വിൻഡോ. ഇത് പറയലോടുകൂടി വേർഡ്സ്വർത്ത് തൻ്റെ ഡെസ്കിൽ നിന്നും എണീറ്റു. ആൻഡ് വെൻറ്റ് ടു ദ വിൻഡോ. വിൻഡോയിൻ്റെ അടുത്തേക്ക് പോയി. ടേണിങ് ഹിസ് ബാക്ക് ടു ജെറോം. ജെറോമിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബാക്ക് ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ഹി ഷുക്ക് എ ലിറ്റിൽ വിത്ത് ഇമോഷൻ. എന്നിട്ട് അദ്ദേഹം ഇമോഷൻ കൊണ്ട്, വികാരം കൊണ്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഊറി ചിരിക്കുകയാണ്. മിസ്റ്റർ വേർഡ്സ്വർത്ത് ഡിഡൻറ്റ് വാണ്ട് ടു ജെറോം ടു സീ ദാറ്റ് ഹി ഈസ് ഹാവിങ് എ ഹാർഡ് ടൈം കീപ്പിംഗ് ഹിംസെൽഫ് ഫ്രം ലാഫിംഗ് അറ്റ് ദ റെഡിക്കുലസ് ആസ്പെക്റ്റ് ഓഫ് ദ ഷോക്കിംഗ് ആക്സിഡൻറ്റ്. മിസ്റ്റർ വേർഡ്സ്വർത്തിന് ജെറോം താൻ ചിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ദ പിഗ് ഗ്രോയിങ് ഇൻ ദ ബാൽക്കണി ഈസ് സിംബോളിക് ഓഫ് ലേസിനെസ്. ബാൽക്കണിയിൽ പന്നിയെ വളർത്തുന്നത് ആ ഒരു മടിയുടെ ഒരു സിമ്പലാണ്. ഇറ്റ് ഗോസ് ഓൺ ഈറ്റിംഗ്. അല്ലേ, അത് തിന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് ഡസ് നോട്ട് ഡു എനി വർക്ക്. കാര്യമായിട്ട് ജോലിയൊന്നും അത് ചെയ്യുന്നില്ല. ആസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ലുക്ക് ഫോർ ഇറ്റ്സ് ഫുഡ് ആൻഡ് ദെൻ ഇറ്റ് ഗ്രോസ് സോ ഫാറ്റ് ദാറ്റ് ഇൻ ബാൽക്കണി ടേക്സ് ഇറ്റ്സ് വെയ്റ്റ്. ദ ബാൽക്കണി കൊളാപ്സ്. അങ്ങനെ തിന്ന് തടിച്ചു കൊഴുത്ത് അതിന് സ്ഥലമില്ലാതാകുമ്പോഴാണ് അത് ബാൽക്കണി പൊട്ടി താഴേക്ക് വീഴുന്നത്. ദ പിഗ് ഫാൾസ് ആൻഡ് കിൽസ് ജെറോം ഫാദർ. അങ്ങനെ പന്നി വീഴുകയും ജെറോമിൻ്റെ അച്ഛനെ കൊല്ലുകയും ചെയ്തു. എ ലേസി മാൻ വിൽ ഗ്രോ ഫാറ്റ് ആൻഡ് കിൽ നോട്ട് ഓൺലി ഹിംസെൽഫ് ബട്ട് ആൾസോ അതേഴ്സ്. ഒരു മടിയനായ മനുഷ്യൻ ഗ്രോ ഫാറ്റ് ആൻഡ് കിൽ നോട്ട് ഓൺലി, അവനെ മാത്രമല്ല മറ്റുള്ളവരെയും കൊല്ലുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് യു ആർ ജെറോം. നിങ്ങൾ ജെറോം ആണെന്ന് ചിന്തിക്കുക. ഡിസ്ക്രൈബ് യുവർ ഫീലിങ്സ് വെൻ യു വുഡ് ബി അൺഫെയർലി കാൾഡ് ദ പിഗ് ബൈ യുവർ ഫ്രണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ പിഗ് എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അല്ലേ, ഇത് നമുക്ക് വളരെ ചുരുക്കി പറയാം. ഐ ആം സാഡ് ടു ഹിയർ മൈ ഫ്രണ്ട്സ് കോളിങ് മീ പിഗ്. അല്ലേ, നമ്മെ ഒരു പിഗ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രയാസം തോന്നും. വൈ ഡു ദേ കോൾ me pig? They call me big because my father was killed by pig which fell on him his balcony when he was going to visit a hydrographic museum in Naples. My father is a travel writer. He goes to many countries and he writes books about he sees, especially in those countries. In Naples, in the poor people live his high-rise flat. Since they are poor and they have no
compound they keep the livestock in their balconies. My father was walking along one such street where the poor people lived when a heavy pig fell on the 5th floor and broke his neck. അപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? My friends not only laughed but they started calling me big. Can I tell them my friends? Will they behave such cruelty? The word is careless place, but I can do nothing about it. ഞാൻ അതിന് ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ ഇനി അടുത്തത് ലാസ്റ്റ് ഭാഗമാണ്, ലാസ്റ്റ് സെക്ഷൻ. സെക്ഷൻ 4-ലെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ നോട്ട് മോർ ദാൻ 300 വേർഡ്സ് ഈച്ച്. ഇത് 20 മാർക്കിന് അല്ലെങ്കിൽ 15 മാർക്കിന് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് ജെറോംസ് ഇന്നർ കോൺഫ്ലിക്റ്റ് അബൌട്ട് ഹിസ് ഫാദേഴ്സ് ഡെത്ത് ആൻഡ് ഹിസ് അറ്റംപ്റ്റ് ടു ഓവർകം ദം. തൻ്റെ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ജെറോമിനുണ്ടായ വികാരങ്ങൾ എന്തായിരുന്നു? എങ്ങനെയാണ് അതൊക്കെ അദ്ദേഹം ഓവർകം ചെയ്തത്? ജെറോം വേർഷിപ്ഡ് ഹിസ് ഫാദർ. ജെറോം തൻ്റെ അച്ഛനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു, ആരാധിച്ചിരുന്നു. ആസ് എ മാൻ റീക്രിയേറ്റ്സ് ഗോഡ്, ജെറോം റീക്രിയേറ്റഡ് ഹിസ് ഫാദർ. ഒരാൾ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ അല്ലെങ്കിൽ ജീവിപ്പിക്കുന്നത് പോലെ ജെറോം തൻ്റെ അച്ഛനെയായിരുന്നു റീക്രിയേറ്റ് ചെയ്തത്. ഹിസ് ഫാദർ ഈസ് എ വിഡോഡ് ഓതർ. ഹി വാസ് ആൻ അഡ്വഞ്ചറർ ഹു ട്രാവൽ ടു മെനി കൺട്രീസ്. അദ്ദേഹം ഒരു വിഡോഡ് ഓതറാണ്, അതുപോലെ തന്നെ ഒരു അഡ്വഞ്ചറായിരുന്നു. അതുകൊണ്ട് ധാരാളം കൺട്രീസിൽ അദ്ദേഹം യാത്ര ചെയ്തിരുന്നു. ജെറോം ആൾവേസ് തോട്ട് ദാറ്റ് ഹിസ് ഫാദർ വാസ് ഐദർ എ ഗൺ റണ്ണർ ഓർ മെമ്പർ ഓഫ് എ ബ്രിട്ടീഷ് സീക്രട്ട് സർവീസ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിലെ ഒരു ഏജൻ്റ് ആയിരുന്നു എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത്. ബട്ട് ബൈ ദ ടൈം ഹി വാസ് 8, പക്ഷേ അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോൾ ഹി ന്യൂ ദാറ്റ് ഹിസ് ഫാദർ വാസ് നൈദർ എ ഗൺ റണ്ണർ നോർ എ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് സീക്രട്ട് സർവീസ്. ഇതൊന്നുമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹി ന്യൂ ഹി വാസ് എ ട്രാവൽ റൈറ്റർ. അദ്ദേഹം ഒരു ട്രാവൽ റൈറ്റർ ആണെന്ന് മനസ്സിലായി. ആസ് ഹി വെൻറ്റ് ടു മെനി കൺട്രീസ് ഹി സോ സ്ട്രേഞ്ച് തിങ്സ് ആൻഡ് ദെൻ റോട്ട് അബൌട്ട് ദം. ഹി വാസ് നോട്ട് എ ഗ്രേറ്റ് റൈറ്റർ ബട്ട് മെനി പീപ്പിൾ സീം ടു ഹാവ് റെഡ് ഹിം. അദ്ദേഹം വളരെയധികം യാത്ര ചെയ്തിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം വലിയൊരു എഴുത്തുകാരൊന്നുമല്ല, എങ്കിലും ആളുകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. When the housemaster of the public school where he was studying called him to his room, Jerome was not at all worried. തൻ്റെ സ്കൂളിൽ നിന്നും അദ്ദേഹത്തെ ഹൗസ് മാസ്റ്റർ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ജെറോം ഒരിക്കലും വറീഡായില്ല. ഹീ തോട്ട് വെരി ഹൈലി ഓഫ് ഹിസ് ഫാദർ ആസ് എ സ്ട്രോങ് ആൻഡ് കറേജിയസ് മാൻ. അല്ലേ, അദ്ദേഹം വെരി ഹൈലി ഓഫ് ഹിസ് ഫാദർ ആസ് അല്ലേ, അദ്ദേഹം വളരെ സ്ട്രോങ് മാൻ, കറേജിയസ് മാനുമായിരുന്നു. സോ വെൻ ദ ഹൗസ് മാസ്റ്റർ ടോൾഡ് ഹിം ദാറ്റ് ഹി റിസീവ്ഡ് എ മെസ്സേജ് ഫ്രം ജെറോംസ് ആൻഡ് ദാറ്റ് ജെറോംസ് ഫാദർ ഹാഡ് മെറ്റ് ഹിം വിത്ത് ആൻ ആക്സിഡൻറ്റ്, ജെറോം വാസ് നോട്ട് അറ്റ് ഓൾ വറീഡ്. തൻ്റെ അമ്മയുടെ ഒരു കോൾ വന്നിട്ടുണ്ട്, അവർ പറഞ്ഞത് അച്ഛൻ മരണപ്പെട്ടു എന്നാണെന്ന് പറഞ്ഞപ്പോൾ പോലും ജെറോമിന് വറീഡായില്ല. ദ ഹൗസ് മാസ്റ്റർ ദെൻ സെഡ് ദ ആക്സിഡൻറ്റ് വാസ് സീരിയസ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ആക്സിഡൻറ്റ് വെരി സീരിയസ് ആണെന്ന് പറഞ്ഞു. നൗ ജെറോം റീതിങ്സ് ദാറ്റ് ഹിസ് ഫാദർ മൈറ്റ് ഹാവ് ബീൻ വോണ്ടഡ് ബൈ സം മെഷീൻ ഗൺ ബുള്ളറ്റ്സ്. അപ്പോഴും അവൻ വിചാരിച്ചത് അദ്ദേഹത്തിന് ആരോ വെടിവെച്ചതാണെന്ന്. Even then Jerome shows no fear or concern. Jerome thinks that the policeman must have fired first. ജെറോമിന് ഒരു പേടിയോ അതുപോലെ തന്നെ ഉത്കണ്ഠയോ ഇല്ലാത്തപ്പോൾ ജെറോം വിചാരിക്കുകയാണ് പോലീസ് ആദ്യം അദ്ദേഹത്തെ വെടിവെച്ചിരിക്കാം. ഹിസ് ഫാദർ ഈസ് സച്ച് എ നൈസ് മാൻ ദാറ്റ് ഹി വുഡ് നോട്ട് ടേക്ക് ദ ഹ്യൂമൻ ലൈഫ് എക്സെപ്റ്റ് അറ്റ് ലാസ്റ്റ് റിസോർട്ട്. കാരണം ഒരിക്കലും പോലീസ് അദ്ദേഹത്തെ വെടിവെച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും മറ്റൊരാളുടെ ജീവൻ വെറുതെ എടുക്കാൻ ആര് തുനിയില്ല, തൻ്റെ അച്ഛൻ തുനിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് പോലീസ് വെടിവെച്ചതായിരിക്കാം എന്ന് അദ്ദേഹം കരുതി. Then the house master finally tells him that his father is dead. He explained how he died. അവസാനം അച്ഛൻ മരിച്ചു എന്നും എങ്ങനെയാണെന്ന് മരിച്ചതെന്നും ഹൗസ് മാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു. Jerome's father was in Naples. He met with an accident there on the street. Jerome asked if his father was shot through the heart. Wordsworth then tells us Jerome nobody shot his but a
പിഗ് ഫെൽ ഓൺ ഹിം. അവസാനം വേർഡ്സ്വർത്ത് അദ്ദേഹം മരിച്ച രീതി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഹിയർ വി സി ജെറോംസ് ഇന്നർ കോൺഫ്ലിക്റ്റ്. ഇവിടെയാണ് നമുക്ക് ജെറോമിൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റ്, അല്ലേ, ഇന്നർ എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ട ഉത്കണ്ഠയെ നമുക്ക് കാണാൻ സാധിക്കും. ഹി ജസ്റ്റ് കാൺ ബിലീവ് ഹിസ് ഫാദർ ഡൈഡ് ജസ്റ്റ് ബിക്കോസ് ഫെൽ ഓൺ ഓവർ ഹിം. ആദ്യമായി ഈ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഹി ഹാഡ് സച്ച് ഹൈ നോഷൻസ് എബൌട്ട് ഹിസ് ഫാദർ. അദ്ദേഹത്തിന് തൻ്റെ അച്ഛനെക്കുറിച്ച് വലിയ ചിന്തകളുണ്ടായിരുന്നു. ഹൗ കുഡ് ഹി ഡൈ ജസ്റ്റ് ബിക്കോസ് എ ഫിഗ് ഫെൽ ഓൺ ഹിം. എങ്ങനെയാണ് ഒരു പന്നി വീണ് മരിക്കുന്നത്? ഹിസ് ക്വസ്റ്റ്യൻ ഡിഡ് ദ പോലീസ്മാൻ ഷൂട്ട് ത്രൂ ദ ഹേർട്ട് ഓഫ് ഹിസ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ചോദ്യം വേർഡ്സ്വർത്തിനോട് എന്തായിരുന്നു? തൻ്റെ അച്ഛനെ ആരെങ്കിലും നെഞ്ചിലേക്കാണോ വെടിവെച്ചതെന്നായിരുന്നു ചോദിച്ചത്. It is very significant. He thought his father could not have died except through such a gunfight or something more serious than fall of a pig. ഒരിക്കലും തൻ്റെ അച്ഛനൊരു പന്നി വീണ് മരിക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. Later he tries to reconstruct the story of his father's death to lessen the humor in it. അവസാനം തൻ്റെ അച്ഛൻ്റെ മരണത്തിലുള്ള എല്ലാവരും പറഞ്ഞു ചിരിക്കുന്ന ആ ഒരു കഥ എങ്ങനെ അതിലെ ഹ്യൂമർ ഇല്ലാതാക്കി റീകൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. Jerome was named by his classmates because his father was killed by the pig. അല്ലേ, ജെറോമിൻ്റെ കൂട്ടുകാർ അവനെ പിഗ് എന്നായിരുന്നു വിളിച്ചിരുന്നത്, അച്ഛൻ പന്നി വീണ് മരിച്ചത് കൊണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് സിമ്പതി ഫോർ സച്ച് ആൻ അൺഫോർച്ചുനേറ്റ് ബോയ് ദേ മേക്ക് ഫൺ ഓഫ് ഹിം. അല്ലേ, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഒരു കുട്ടിയുടെ അച്ഛനുണ്ടായാൽ അവനോട് അനുകമ്പ തോന്നുന്നതിന് പകരം ഇവിടെ അവരെല്ലാവരും കൂടി അവനെ കളിയാക്കുകയാണ്. എവരിബഡി ഹൂ ഹേർഡ് ദ സ്റ്റോറി ഫെൽറ്റ് ഇറ്റ് വാസ് എ ഹ്യൂമറസ് വൺ. അല്ലേ, ഇതാരൊക്കെ കേൾക്കുന്നുണ്ടോ, ഈ കേൾക്കുന്നവർക്കെല്ലാം, അല്ലേ, ആദ്യമായി കേൾക്കുമ്പോൾ അതെല്ലാം ഒരു ഹ്യൂമറസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആസ് ദിസ് ട്രബിൾഡ് ജെറോം അണ്ടിൽ ഹി മാരീഡ് സാലി. ഇത് സാലിയെ വിവാഹം ചെയ്യുന്നത് വരെയും അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ഉത്കണ്ഠയുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരങ്ങളാണ് കാണുന്നതെല്ലാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ദ സ്റ്റോറി കൺവേസ് ദ ഐഡിയ ദാറ്റ് ദ ലൈഫ് ഈസ് അബ്സേർഡ്. ജീവിതം ഒരു അബ്സേർഡ് ആണെന്നാണ് എങ്ങനെയാണ് ഈ ഒരു കഥ തെളിയിക്കുന്നത്? ദ സ്റ്റോറി എ ഷോക്കിംഗ് ആക്സിഡൻറ്റ് ബൈ ഗ്രഹാം ഗ്രീൻസ് എൻ എലമെൻറ്റ് ഓഫ് ബ്ലാക്ക് ഹ്യൂമർ. അല്ലേ, ഇതൊരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ എക്സാമ്പിളാണ്. ബ്ലാക്ക് ഹ്യൂമർ എന്ന് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഡിസ്റിഗാർഡ് ദ ഹ്യൂമൻ സഫറിങ്സ് ലൈക്ക് പെയിൻ ഓർ ഡെത്ത്. ദ ലാഫ്റ്റർ അറൈസ് ഫ്രം ദ സ്കെപ്റ്റിസിസം വിച്ച് ഇസ് എ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് സംതിങ്. ഇൻ ദിസ് സ്റ്റോറി വി സീ ദ ബ്ലാക്ക് ഹ്യൂമർ ഇൻ ആക്ഷൻ. അല്ലേ, ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ ഡിസ്കസ് ചെയ്തതാണ്. അല്ലേ, അതെങ്ങനെയാണെന്ന് കൂടെ പറയാം. ഈവൻ വെൻ ദ ഹൗസ് മാസ്റ്റർ ടെൽ ജെറോം അബൌട്ട് ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ, ദ ഹൗസ് മാസ്റ്റർ ഫൈൻഡ് ഡിഫിക്കൽട്ട് കൺട്രോൾ ഹിസ് ലോഫ്റ്റർ. തൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് അവനോട് പറയുമ്പോൾ ഇത് ചിരിയടക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനവാതിലിനരികിലേക്ക് പോവുകയും പുറത്തുള്ള കാഴ്ചകൾ നോക്കി തൻ്റെ ചിരി അടക്കാൻ പാടുപെടുകയും ചെയ്തതാണ്. നോർമലി എ ഹൗസ് മാസ്റ്റർ വുഡ് ബി സിമ്പതറ്റിക് ബോയ് ഹു ഹാസ് ലോസ്റ്റ് ഹിസ് ഫാദർ ആൻഡ് ടെൽ ഹിം സം കൺസോളിങ് വേർഡ്സ്. സാധാരണയായി ഒരു കുട്ടിയുടെ അച്ഛൻ മരിക്കുമ്പോൾ ഹൗസ് മാസ്റ്റർ ചെയ്യേണ്ടത് അവനോട് അനുകമ്പ കാണിക്കുകയും അവനോട് ആശ്വാസവാക്ക് പറയുകയുമാണ്. അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് ഹ്യൂമറിൻ്റെ മറ്റൊരു എക്സാമ്പിൾ, അല്ലേ, 3 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. മറ്റൊരു എക്സാമ്പിളാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ജെറോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ റിപ്ലൈ വാട്ട് ഹാപ്പൻ ടു ദ പിഗ് എന്നായിരുന്നു. അതുപോലെ തന്നെ ദ സെയിം ക്വസ്റ്റ്യൻ ഈസ് റിപ്പീറ്റഡ് ബൈ സാലി വെൻ ഹി ഹിയേഴ്സ് ദ സ്റ്റോറി ഓഫ് ഡെത്ത് ജെറോംസ് ഫാദർ. ദിസ് ബ്ലാക്ക് ഹ്യൂമർ അറ്റ് ഇസ് ബെസ്റ്റ്. അതുകൊണ്ട് ഈ ഒരു 3 പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ഇത് ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദ സ്റ്റോറി ഷോസ് ലൈഫ് ഈസ് അബ്സേർഡ്. ഈ ഒരു കഥ കാണിക്കുന്നത് ജീവിതം ഒരു അബ്സേർഡാണ്. ജെറോംസ് ഫാദർ ഈസ് എ റൈറ്റർ. ഹി ട്രാവൽസ് ടു ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് റൈറ്റ്സ് ബുക്ക് അബൌട്ട് ദ അൺയൂഷ്വൽ തിങ്സ് ഹി സീസ് ഇൻ ദോസ് പ്ലേസസ്. ജെറോംസ് മദർ ഈസ് ഓൾറെഡി ഡെഡ്. ജെറോമിൻ്റെ അച്ഛൻ ഒരു എഴുത്തുകാരനാണ്. എല്ലാ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുകയും അവിടെയുള്ള അസാധാരണമായ കാര്യങ്ങളൊക്കെ എഴുതുകയും ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ആദ്യം തന്നെ മരണപ്പെട്ടതാണ്. ജെറോം വർഷിപ്പ് ഹിസ് ഫാദർ. തൻ്റെ അച്ഛനെ ആരാധിച്ചിരുന്നു. 8ാമത്തെ വയസ്സിലാണ് അദ്ദേഹം
ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അതുവരെ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സീക്രട്ട് സർവീസ് ഏജൻ്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. അങ്ങനെ ആൻഡ് ദെൻ ലുക്ക് അറ്റ് ഹിസ് ഫാദേഴ്സ് ഫേറ്റ്. ഹി വാസ് ഇൻ നേപ്പിൾസ് ആൻഡ് ഹി വാസ് ഗോയിങ് ടു ഹൈഡ്രോഗ്രാഫിക് മ്യൂസിയം. അല്ലേ, ഇവിടെ നമുക്ക് ജെറോമിൻ്റെ അച്ഛൻ്റെ വിധിയെ നമുക്ക് നോക്കാം. അദ്ദേഹം എങ്ങോട്ട് പോകുമ്പോൾ, ഹൈഡ്രോഗ്രാഫിക് മ്യൂസിയത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേലെ ഒരു പന്നി വീണ് അദ്ദേഹം മരിക്കുന്നത്. A fat pig falls down from a balcony and kills him. How can we attach much value to this kind of life which ends so much unexpectedly and suddenly that a man is killed by the fall a big pig from balcony? അല്ലേ, ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനം. ഒരിക്കലും നമ്മൾ സങ്കല്പിക്കാത്ത രീതിയിലാണ് ഈ ഒരു മനുഷ്യൻ്റെ മരണം വരുന്നത്. ഒരിക്കലും ഒരു ബാൽക്കണിയിൽ നിന്ന് പന്നി വീണ് മരിക്കുമെന്ന് നമ്മൾ കരുതുകയില്ല. ഫിലോസഫേഴ്സ് സ്പീക്ക് വെരി ഹൈലി അബൌട്ട് ലൈഫ്. തത്വചിന്തകന്മാർ ജീവിതത്തെക്കുറിച്ച് വളരെയധികം പറയും. ദേ സേ ലൈഫ് ഈസ് പ്രഷ്യസ്. അല്ലേ, ജീവിതം വളരെ മൂല്യമുള്ളതാണ്. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള വരദാനമാണ്. ആൻഡ് ലൈഫ് ഷുഡ് ബി ലിവ്ഡ് ഇൻ സച്ച് ഡെലിഗൻറ്റ് വേസ് ആസ് ടു ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി. അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യൂ. ആൻഡ് ഓർ ദ വേൾഡ് അറ്റ് ലാർജ് തിങ്സ് ലൈക്ക് ദാറ്റ്. അല്ലേ, ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ആൻഡ് വാട്ട് ഡു വി സി ഹിയർ? എന്നാൽ നമ്മൾ ഇവിടെ കാണുന്ന എക്സാമ്പിൾ എന്താണ്? എ മാൻ ട്രാവൽസ് ടു നേപ്പിൾ ടു സീ തിങ്സ്. കാര്യങ്ങളെല്ലാം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നേപ്പിൾസിലേക്ക് പോയ ഒരു മനുഷ്യൻ. റൈറ്റ് എ ബുക്ക് ആൻഡ് ദ ഡെത്ത് കംസ് ടു ഹിം ഇൻ എ ഗൈസ് എ ഫാറ്റ് പിഗ്. അല്ലേ, കാര്യങ്ങളൊക്കെ നല്ല ഒരു എഴുത്തുകാരന് മരണം വരുന്നത് ഒരു പന്നിയുടെ രൂപത്തിലാണ്. ദ പിഗ് ഫാൾസ് ഓൺ ആൻഡ് ഹി ഡൈസ്. അല്ലേ, ഒരു പന്നി വീഴുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യും. ആൻഡ് എൻഡ് ഓഫ് ദ സ്റ്റോറി. ഈസിൻറ്റ് ലൈഫ് അബ്സേർഡ്? ദ സ്റ്റോറി റൈറ്റർ സീംസ് ടു ആസ്ക്. അല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ജീവിതം എന്താണ്? ലൈഫ് ഈസ് അബ്സേർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ നമ്മൾ ആക്ടിവിറ്റിയാണ് പ്രധാനമായും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സൊക്കെ നന്നായി കേട്ട് ആവശ്യമുള്ള നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. Okay, now I here to stop my class. Thank you.